ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നിറവേറ്റേണ്ടുന്ന ബാധ്യതകളെ പറ്റി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ മക്കളെയും ബന്ധുജനങ്ങളെയുമൊക്കെ ആശ്രയിച്ച് കഴിയുന്ന വാർദ്ധക്യ സഹജം എത്തിയിട്ടുള്ള മാതാപിതാക്കൾ അവരെ പരിചരിക്കുകയും അവർക്ക് പരിരക്ഷ നൽകുകയും ചെയ്യുക എന്നുള്ളത് മക്കളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വർത്തമാനങ്ങളും കരസ്പർശങ്ങളുമായി അവരെ പരമാവധി സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും പരലോക വിജയവുമൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന സൽക്കർമ്മമെന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. കൂട്ടത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അറിയിച്ചു കൊടുത്ത സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ പൂർണ്ണഭാഗം നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടേറെ ആവശ്യങ്ങൾ പടച്ച തമ്പുരാനോട് ദുആയിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിലേറെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുത്തിട്ടുമുണ്ട്. അതിലൊന്നായിരുന്നു ഇലാഹി അരിനി ജലീസി ഫിൽ ജന്ന. അല്ലാഹുവേ, നാളെ സ്വർഗലോകത്തിൽ നിന്റെ നബിമാരൊക്കെയും സ്വർഗവാസികളായിരിക്കുമല്ലോ. അവർക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു സതീർത്ഥ്യൻ, ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുമല്ലോ. അല്ലാഹുവേ, എൻ്റെ കൂട്ടുകാരനായിട്ട് നീ ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? അതെനിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗലോകത്തിൽ ചെല്ലുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകമായിട്ട് ഒരു ജലീസ്, ഒരു കൂട്ടുകാരൻ, ഒരു സന്തത സഹചാരി ഉണ്ടായിരിക്കും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നബിതങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതേപ്രകാരം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ്ഹബ് ഇലസ് സൂഖി ഇദ്ഹബ് ഇലൽ ബലദിൽ ഫുലാനി. ഇന്ന നാട്ടിൽ നീ പോകണം മൂസ. അവിടെ ഒരു കമ്പോളമുണ്ട്, അവിടെ ഒരു മനുഷ്യനുണ്ടായിരിക്കും. ആ മനുഷ്യന്റെ മുഖത്തിന്റെ അടയാളങ്ങൾ ഇന്നതിന്നതാണ്. ആ മനുഷ്യനാണ് എങ്കിൽ മാംസക്കച്ചവടക്കാരനുമായിരിക്കും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെടുകയാണ്. മൂസ നബി വിചാരിച്ചു, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട സ്വാത്വിക പുരുഷന്മാരിൽപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഏതെങ്കിലും മഹാന്മാരിൽ ആരെങ്കിലും ആയിരിക്കും സ്വർഗത്തിലെ എൻ്റെ കൂട്ടുകാരൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുത്തത് ഒരു കമ്പോളത്തിലെ മാംസക്കച്ചവടക്കാരനായ സാധാരണ ഒരു മനുഷ്യനാണ് മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത ജിജ്ഞാസയായി ആ മനുഷ്യനെ കാണാനുള്ള വല്ല താല്പര്യം. കാരണം അദ്ദേഹത്തിന്റെ അമലെന്താണ് എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ, അത്രത്തോളം വലിയ ഗ്രേഡ് അദ്ദേഹത്തിന് ലഭിക്കാൻ, അദ്ദേഹത്തിന്റെ അമൽ എന്താണ് എന്നറിയാൻ വല്ലാത്ത താല്പര്യത്തോടുകൂടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ദിവ്യവെളിപ്പാടുണ്ടായ ആ നാട്ടിലേക്കും ആ കമ്പോളത്തിലേക്കും പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നേരത്തെ തനിക്ക് ദിവ്യബോധനത്തിലൂടെ അറിവ് നൽകപ്പെട്ട ആ മനുഷ്യന്റെ അടയാളങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിനെ നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം കച്ചവടം നടത്തുകയാണ്, മാംസക്കച്ചവടം. സത്യസന്ധമായ കച്ചവടമാണ് അദ്ദേഹം നടത്തുന്നത്.
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൂരെ മാറി നിന്ന് വീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളും ഇടപെടലുകളും പെരുമാറ്റങ്ങളുമെല്ലാം. അവസാനം കമ്പോളം പിരിഞ്ഞു. അദ്ദേഹം കടയടച്ചു. അദ്ദേഹം കുറച്ച് മാംസം അദ്ദേഹത്തിന്റെ സജ്ജിയിൽ ശേഖരിച്ച് കടയും പൂട്ടി വീട്ടിലേക്ക് പോകാൻ ഇരിക്കുമ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നാലെ കൂടി. മൂസ നബിയാണെന്ന് പറഞ്ഞില്ല, ഞാൻ വിദൂര സ്ഥലത്തു നിന്ന് വരികയാണ്, നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്, പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലക ഫിൽ ലൈഫി, അങ്ങയുടെ അതിഥിയായിട്ട് അങ്ങയുടെ വീട്ടിൽ ഞാനും കൂടി വരട്ടെയോ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി ആ മാംസ കച്ചവടക്കാരനായ മനുഷ്യൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിൽ ചെന്നു. ഒരു ചെറ്റക്കുടിലാണ്. ആ വീട്ടിൽ കയറിയ ഉടനെ അദ്ദേഹത്തിനോടൊപ്പം കരുതിയിരുന്ന മാംസം ഉൾപ്പെടെയുള്ള ആഹാര പദാർത്ഥങ്ങൾ പാചകം ചെയ്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ മൂസയാണെന്ന്. ഒരു അതിഥിയോട് കാണിക്കേണ്ട റെസ്പെക്റ്റ് എല്ലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സൗകര്യത്തിന് സ്വീകരിച്ചിരുത്തിയിട്ട് ആ വീട്ടിൽ മറ്റാരുമില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പാചകം ചെയ്തു. പാചകം പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം ആഹാരം വിളമ്പി കൊണ്ടുവയ്ക്കേണ്ടിടത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് വീട്ടിന്റെ ഉള്ളിലുള്ള ചെറിയ ഒരു റൂമിൽ പോയിട്ട് പനനാരുകൊണ്ടും പനയോല കൊണ്ടും പനമടൽ കൊണ്ടുമൊക്കെ മെടഞ്ഞുണ്ടാക്കിയ ഒരു കുട്ടയ്ക്ക് സമാനമായ, തൊട്ടിലിന് സമാനമായ ഒരു പ്രത്യേകമായ ഉപകരണത്തിൽ നിന്നും തൻ്റെ മാതാവിനെ പുറത്തെടുത്ത് വെളിയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി അവരുടെ വസ്ത്രമെല്ലാം മാറ്റി കൊണ്ടുവന്നിട്ട് ഒരു കുഞ്ഞിന് സമാനമായി അത്രത്തോളം ശുഷ്കിച്ചുപോയ, വാർദ്ധക്യ സഹജമായി വല്ലാത്ത ബുദ്ധിമുട്ടനുഭവിക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ നിവർത്തിയില്ലാത്ത അദ്ദേഹത്തിന്റെ മാതാവിനെ പരിചരിക്കുകയാണ്. എന്നിട്ട് തന്നെ നേരത്തെ തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് ഉമ്മ എങ്ങനെയാണോ ആഹാരവും പാലും കൊടുത്തതുപോലെ ഈ പാചകം ചെയ്ത ആഹാരം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിങ്ങൾക്ക് ഞാൻ ആഹാരം തരാം, എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ ആഹാരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രദ്ധിക്കുകയാണ്. ആ ഉമ്മയാണ് എങ്കിൽ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്നുണ്ട്, പക്ഷേ വെളിയിൽ കേൾക്കുന്നില്ല അവരുടെ ശബ്ദം. പതിഞ്ഞ സ്വരത്തിൽ എന്തൊക്കെയോ അവർ പിറുപിറുക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് പൂർത്തീകരിച്ചു, വായ ശുദ്ധീകരിച്ചു വൃത്തിയാക്കി വീണ്ടും അവരെ വീട്ടിന്റെ ഉള്ളിൽ കട്ടിലിൽ കൊണ്ട് കിടത്തി. ആ സന്ദർഭത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ മാതാവ് എന്താണ് നിങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാ, എന്തൊക്കെയോ പ്രാർത്ഥനയാണ് നടത്തുന്നത്, എന്തൊക്കെയോ നല്ല വർത്തമാനങ്ങളാണ്, അള്ളാഹുവിനെ വിളിച്ചാണ് എന്തൊക്കെയോ പറയുന്നത്, അതെനിക്കറിയാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ നിന്റെ മാതാവിന്റെ അടുക്കലേക്ക് പോയി അവരെന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടോട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹം അനുവാദം കൊടുത്തു. അങ്ങനെ ആ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്ന് അവരുടെ വർത്തമാനം കാത് ചേർത്തുകൊണ്ട്, അവരുടെ ചുണ്ടിനോട് കാത് ചേർത്തുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുമ്പോൾ ആ മാതാവ് പതിഞ്ഞ സ്വരത്തിൽ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ ഇബ്നി ജലീസ മൂസാ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ പ്രവാചകനാകുന്ന മൂസ നബിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച നിന്റെ ഒരു ദാസിയാണ് ഇവള്. ആ മൂസ നബിയിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, നിന്നിലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പടച്ചവനെ, എന്റെ മകൻ എത്രയോ നാൾ വിവാഹം പോലും കഴിക്കാതെ എന്നെ പരിചരിക്കുന്നതിന് വേണ്ടിയും ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം ചിലവഴിക്കുകയാണ്. പടച്ചവനെ, അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയുവാനുള്ളതും അപേക്ഷിക്കാനുള്ളതും ഒരൊറ്റ കാര്യമാണ്. അല്ലാഹുമ്മ ജഅൽ ഇബ്നി ജലീസ മൂസാ ഫിൽ ജന്ന. നാളെ നിന്റെ സ്വർഗലോകത്ത് എല്ലാ സ്വർഗവാസികൾക്കും ഓരോ കൂട്ടുകാർ കാണുമല്ലോ, പ്രത്യേകിച്ച് നിന്റെ പ്രവാചകന്മാർക്ക് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂട്ടുകാരായി നീ തിരഞ്ഞെടുക്കുമല്ലോ. എന്റെ ഈ പൊന്നുമകനെ മൂസ നബിയുടെ സ്വർഗത്തിലെ കൂട്ടുകാരനായി നീ നിയോഗിക്കണേ തമ്പുരാനെ. ഇതാണ് ആ ഉമ്മയുടെ പ്രാർത്ഥന. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷമായി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്തോഷമായി. ആ ഉമ്മയുടെ പതിഞ്ഞ സ്വരത്തിലുള്ള വർത്തമാനങ്ങളെല്ലാം കേട്ടുകൊണ്ട് പുറത്തിറങ്ങി
ആ സഹോദരനോട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഞാനാണ് മൂസ. നിന്നെ കാണാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഈ നാട്ടിലും നിന്റെ വീട്ടിലും എത്തിച്ചേർന്നത്. നീയാണ് സ്വർഗത്തിലെ എൻ്റെ കൂട്ടുകാരൻ. എനിക്ക് മനസ്സിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഇത്രയും വലിയ സ്ഥാനം നൽകിയത് നീ എത്രയോ നാള് ദുനിയാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാവിനെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ സുഹ്തുല്ലാഹി ഫീ സുഹ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയാണ് അല്ലാഹുവിന്റെ തൃപ്തിക്ക് കാരണം. മാതാപിതാക്കളുടെ കോപമാണ് അല്ലാഹുവിന്റെ കോപത്തിന് കാരണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് ഈ വ്യക്തിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്വർത്ഥമാക്കുകയായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില് വിശ്വാസമനുസരിച്ചു കൊണ്ട് ജീവിച്ച ആ പ്രിയപ്പെട്ട പ്രായം തന്ന തള്ള, ആ ഉമ്മ അവരുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് പിതാക്കന്മാരോട് പറയുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വാലിഹീങ്ങളായ നിലയിൽ ദുആ ചെയ്യുമോ, ആ ദുആ അല്ലാഹു സ്വീകരിക്കും. സൽക്കർമ്മകാരികളായി വിശ്വാസികളായി സ്വാലിഹീങ്ങളായി നമ്മുടെ മക്കൾക്ക് വേണ്ടി മനമുരുകിക്കൊണ്ട് മാതാപിതാക്കൾ ദുആ ചെയ്യുമോ, ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും, പരിഗണിക്കുക തന്നെ ചെയ്യും. കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മത്തിഹി. ദുആഉൽ വാലിദി വലദിഹി, മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ദുആ കദുആഇൻ നബിയ്യി ലിഉമ്മത്തിഹി, ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ സമുദായത്തിനു വേണ്ടി ചെയ്യുന്നത് പോലെയാണ്. അത്രയ്ക്ക് പോരിഷയുള്ള മഹത്വമുള്ള ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ദുആ ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ ഭാഗത്തു നിന്നും അനിഷ്ടകരമായ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും ഇടപെടലുകളും ഉണ്ടാകുമ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെയും കോപത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പേരിൽ അവർക്ക് കേടായിട്ടാണ് നാം ദുആ ചെയ്യുന്നത് എങ്കിൽ ഭാവിയിൽ അവർക്ക് ആ ദുആ കേടായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തില് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകുകയില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തം ഉണ്ടാകുകയില്ല, മക്കളുമായിട്ട് പിൽക്കാലത്തുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാകുകയില്ല. എങ്ങോട്ട് പോയാലും എവിടെ ചെന്നാലും പ്രശ്നങ്ങളായിരിക്കും. അവസാനം ഈ ലോകത്തു നിന്ന് തന്നെ ചിലപ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കാനും സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യേകിച്ച് സഹാബാക്കളാകുന്ന പുണ്യപുരുഷന്മാരുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചതായിട്ട് പ്രിയപ്പെട്ടവരെ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ പിന്നീട് അത് പറയാമില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കാം. പറഞ്ഞു വരുന്നത്, വാർദ്ധക്യ സഹജമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക, പരിരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിലൂടെ അവരുടെ ദുആ നാം ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ വിജയികളാകാൻ ഏറ്റവും വലിയ കാരണമായി തീരുമെന്നുള്ളതാണ് ചരിത്ര സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ സമയം തന്നെ രാജത്വവും പ്രവാചകത്വവും ഒരുമിച്ച് നൽകിയപ്പെട്ട പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫലസ്തീനും ജോർഡാനും സിറിയയും ഉൾപ്പെടെയുള്ള അന്നത്തെ ഭൂപ്രദേശങ്ങൾ, അന്നത്തെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെയും മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നു. ഭൂലോക ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത് സോളമൻ ചക്രവർത്തി. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്ഭുതകരമായ ഒട്ടേറെ മോചിസത്തുകൾ അല്ലാഹു നൽകിയിരുന്നു. സഞ്ചരിക്കാൻ കാറ്റിനെ വാഹനമാക്കി കൊടുത്തു. തന്റെ സൈന്യത്തിൽ ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി കൊടുത്തു. പറവകളെയും മൃഗങ്ങളെയും ഉൾപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി ഇതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ
ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതകരമായ കറാമത്തുകളും മോചിസത്തുകളും നൽകപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ ഒരിക്കൽ വഹി നൽകുകയാണ്. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം തന്റെ ഇർഷാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ മഹാനായ സ്വാത്വികനായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട യാഫിഈ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വഹി അറിയിക്കുകയാണ്. ഇന്നല്ലാഹ ഔഹാ ഇലാ സുലൈമാൻ അൻ ഉഖ്റുജ് ഇലാ സാഹിലിൽ ബഹരി തുബ്സിറു അജബാ. സുലൈമാന്, നീ പലപ്പോഴും ഒട്ടേറെ യാത്രകൾ ചെയ്യുന്നുണ്ടല്ലോ. ഇന്നത്തെ നിന്റെ യാത്ര ഇന്ന് കടൽ തീരത്തിലേക്കാക്കുക. ആ കടൽ തീരത്ത് നിനക്ക് അത്ഭുതകരമായ ഒരു സംഭവം കാണാൻ കഴിയും. അതുകൊണ്ട് നിന്റെ സൈന്യ സമേതം പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഇന്ന് കടൽ തീരത്തേക്ക് ആക്കുക. അവിടെ ചെല്ലുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച നിനക്ക് കാണാൻ സാധിക്കുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ദിവ്യബോധനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോടൊപ്പം പറവകളോടൊപ്പം മനുഷ്യരോടൊപ്പം തന്റെ സൈന്യങ്ങളുമായിട്ട് ആ കടൽ തീരം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയാകുകയാണ്. കടൽ തീരത്ത് ചെന്നണഞ്ഞ സുലൈമാൻ നബിക്കും സൈന്യത്തിനും പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല. വൽത്തഫത്ത യമീനും വശിമാല, ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പല പ്രാവശ്യം നോക്കി, അവിടെയും ഒന്നും കാണാനില്ല. അപ്പൊ പിന്നെ വിചാരിച്ചു സമുദ്രത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാണുമെന്ന്. സമുദ്രത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ അറിയാനും ഗ്രഹിക്കാനും അതെല്ലാം തന്റെ മുമ്പിൽ ഹാജരാക്കാനും പര്യാപ്തമായ ഇഫ്രീത്തുകൾ, ജിന്നുകളുടെ ഏറ്റവും കഴിവുള്ള കിടയുറ്റ സൈന്യത്തിന്റെ നേതാക്കന്മാർ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പമുണ്ട്. ഒരു ഇഫ്രീത്തിനെ വിളിച്ചിട്ട് സമുദ്രത്തിൽ ഊളിയിട്ട് മുങ്ങി എന്തെങ്കിലും അത്ഭുതകരമായ കാഴ്ചകൾ അവിടെയുണ്ടോ എന്നറിഞ്ഞിട്ട് വരാൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശം കൊടുത്തത് പ്രകാരം ആ ജിന്നുകളിൽ നിന്നും ഒരു ഇഫ്രീത്ത് പോയി. സമയങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ വെറും കൈയോടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇല്ല നബിയെ, ഞാനൊന്നും കണ്ടില്ല. മറ്റൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു, കുറച്ചും കൂടി ദൂരം യാത്ര ചെയ്യുക സമുദ്രത്തിന്റെ ഉള്ളിലൂടെ, എന്നിട്ട് എന്തെങ്കിലും കാഴ്ചകൾ അവിടെ ഉണ്ടോ എന്നറിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. അദ്ദേഹം നേരത്തെ പോയ ആളിന്റെ ഇരട്ടി ദൂരം സഞ്ചരിച്ചു. തിരിച്ചു വന്നു വെറും കൈയോടുകൂടി ഒന്നുമില്ല. ആ സന്ദർഭത്തിലാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സൈന്യത്തിലുള്ള മനുഷ്യരിൽ ഏറ്റവും വലിയ പ്രമുഖനായ അള്ളാഹുവിന്റെ അന്നത്തെ വലിയായി ജീവിച്ചിരുന്ന ഒട്ടേറെ കറാമത്തുകൾ കാണിച്ച ഷേബ രാജ്ഞിയുടെ സിംഹാസനം അങ്ങകലെയുള്ള യമനിന്റെ തലസ്ഥാനത്ത് നിന്നും സഭയിൽ നിന്നും നിമിഷ നേരങ്ങൾ കൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൺമുമ്പിൽ എത്തിച്ചു കൊടുത്ത ആസിഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന ഏറ്റവും വലിയ വലിയനോട് മഹാനായ സുലൈമാൻ നബി പറയുകയാണ്, ഇവർ രണ്ടുപേരും സഞ്ചരിച്ച ദൂരത്തിനപ്പുറത്ത് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് പോയി എന്തെങ്കിലും കാഴ്ചയുണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഈ അള്ളാഹുവിന്റെ വലിയ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴോ മനോഹരമായ ഒറ്റമുത്താൽ നിർമ്മിതമായ 4 വാതിലുകളുള്ള ഒരു കുബ്ബയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ കടൽ തീരത്ത് അത് കൊണ്ടുവച്ചപ്പോൾ അതിന് 4 വാതിലുകൾ. അതിന്റെ അകത്താണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യൻ, ഒരു യുവാവ്, നല്ല ശുഭ്രവസ്ത്രധാരിയായ, നല്ല വൃത്തിയുള്ള, കാണാൻ സൗന്ദര്യമുള്ള, കോമളനായ ഒരു യുവാവ് സുജൂദിലായിട്ട് കഴിഞ്ഞുകൂടുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ കഴിവും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ഒറ്റമുത്തിനാൽ നിർമ്മിതമായ കുബ്ബയുടെ ഉള്ളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിക്കുകയാണ്. ആ മനുഷ്യൻ സുജൂദിൽ നിന്ന് നിവർന്നപ്പോൾ അദ്ദേഹവുമായിട്ട് സംവദിക്കുകയാണ്. മാ അൻസലക ഫീ ഖൈരി ഹാദൽ ബഹരി, ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇത്രയും സൗകര്യത്തോടു കൂടിയുള്ള ഒരു കുബ്ബയിൽ നിനക്ക് എങ്ങനെയാണ് കഴിഞ്ഞുകൂടാൻ അവസരം ലഭിച്ചത്? എന്നാണ് ഇങ്ങനെ സംഭവിച്ചത്? പല ചോദ്യങ്ങളും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, യാ നബി അല്ലാഹ്, ഇന്നഹു കാന അബീ റജുലൻ മുഖിദാ, എനിക്കൊരു പിതാവുണ്ടായിരുന്നു, അദ്ദേഹം വികലാംഗനായിരുന്നു. അദ്ദേഹത്തിന്റെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയും ഉത്തരവാദിത്വവും എനിക്കായിരുന്നു നബിയേ. വകാനതു ഉമ്മീ അംയാ, എന്റെ മാതാവാണെങ്കിലോ വാർദ്ധക്യ സഹജമെത്തിയപ്പോൾ അന്ധത ബാധിച്ചു പോയവരായിരുന്നു. അവർക്ക് വേണ്ടുന്ന പരിചരണം ചെയ്യേണ്ടുന്നവൻ ഞാനായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഹിദമത്തുകൾ ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചു ഒരുപാട് വർഷക്കാലം.
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബിയെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ മനുഷ്യൻ അദ്ദേഹത്തിനെയും പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചോദിച്ചു, നീ ഈ കുബ്ബയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ സമുദ്രത്തിന്റെ തീരത്ത് വരാനുള്ള സാഹചര്യം എന്താണ്, അത് എന്നാണ് എന്നൊക്കെ. ആ സന്ദർഭത്തിലാണ് പറയുന്നത്, ഞാൻ ഒരുപാട് വർഷങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി സേവനവും പരിചരണവും ശുശ്രൂഷയും ചെയ്ത് കഴിഞ്ഞുകൂടിയപ്പോൾ എൻ്റെ കുടുംബജീവിതം തന്നെ ഞാൻ മറന്നുപോയി. ഞാൻ വിവാഹം കഴിച്ചില്ല. ഞാൻ ചെറുപ്പക്കാരനായിരുന്നു, അരോഗദൃഢഗാത്രനായിരുന്നു. പക്ഷെ അന്ധത ബാധിച്ച എൻ്റെ ഉമ്മ, എഴുന്നേറ്റ് നടക്കാൻ നിവർത്തിയില്ലാത്ത എൻ്റെ ഉപ്പ, ഇവ രണ്ടുപേരെയും സംരക്ഷിക്കേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയും എന്നിൽ അർപ്പിതമായതിനാൽ എൻ്റെ സുഖവും എൻ്റെ രസവും എല്ലാം എൻ്റെ സന്തോഷവും എല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ വേണ്ടുന്ന രീതിയിൽ പരിചരിച്ചുകൊണ്ടും ശുശ്രൂഷിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ മരണത്തിനോടടുത്ത സമയത്ത് ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ സന്ദർഭത്തിലും അതിനു മുമ്പായിട്ടും എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മ പലപ്പോഴും പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. എട്ടേറെ നാളായിക്കൊണ്ട് എനിക്ക് വേണ്ടി ഖിദ്മത്തിലായി കഴിഞ്ഞുകൂടുന്ന എൻ്റെ മകനെ പടച്ചവനെ അത്തിൽ ഹയാത്ത ഇബ്നി ഫീ ത്വാഅതിക, നിനക്കെപ്പോഴും ഇബാദത്ത് ചെയ്തും ആരാധന ചെയ്തും കഴിഞ്ഞുകൂടാൻ പര്യാപ്തമായ ഒരവസ്ഥയിൽ എൻ്റെ മോന് നീ അവസ്ഥ നൽകണേ തമ്പുരാനെ. എൻ്റെ മാതാവ് മരണപ്പെട്ടു. എൻ്റെ മാതാവിനെ ഞാൻ കബറടക്കി. വീണ്ടും എൻ്റെ പിതാവിനെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു, പരിചരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പിതാവും ഈ ലോകത്തോട് വിട പറയാനെടുത്തു. ആ സന്ദർഭത്തിൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇസ്തഖ്ദിം ലക വലദി ഫീ മകാനിൻ ലാ യകൂനു ലിശൈത്വാനി അലൈഹി സബീൽ. അല്ലാഹുവേ, എനിക്ക് വേണ്ടി ധാരാളം വർഷം എന്നെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്ത എൻ്റെ പൊന്നുമോൻ, പടച്ചവനെ, ഞാൻ മരിച്ചു പോയാലും അവന് പിശാച് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നീ എത്തിക്കുകയും നിനക്ക് വേണ്ടുന്ന ഖിദ്മത്തിലായി, നിനക്ക് വേണ്ടുന്ന സേവനത്തിലായി, ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നീ ചെയ്യുകയും ചെയ്യണേ തമ്പുരാനെ. എൻ്റെ ഉമ്മായുടെയും ഉപ്പയുടെയും ദുആ ഇതായിരുന്നു. രണ്ടുപേരും മരണപ്പെട്ടു പോയവരുടെ കബറടക്കത്തിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നേരം പോക്കിന് വേണ്ടി ഈ കാണുന്ന സമുദ്രത്തിന്റെ തീരത്തേക്ക് ഞാൻ ഒരു ദിവസം വന്നു. ഞാനിങ്ങനെ സമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നുകൊണ്ട് കാറ്റുകൊള്ളുമ്പോൾ സമുദ്രത്തിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ ഞാൻ അധിവസിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് സൗകര്യം ചെയ്യപ്പെട്ടു തന്നിട്ടുള്ള ഒറ്റമുത്തിനാലുള്ള ഈ കുബ്ബ എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അതിൽ കയറുകയും പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല. പിന്നെ ഞാൻ സമുദ്രത്തിന്റെ ഉള്ളിലാകുകയുമാണ് ചെയ്തത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നീ അന്ന് ജീവിക്കുമ്പോൾ ഏത് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞു, ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാ ഞാൻ ജീവിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാൽക്കുലേറ്റ് നടത്തി, കണക്കുകൂട്ടി. സുലൈമാൻ നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും അവരുടെ വർഷങ്ങളും തന്റെ കാൽക്കുലേറ്റർ നിമിഷ നേരങ്ങൾ കൊണ്ട് കണക്കായി വന്നു. നോക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ഫലസ്തീനയും സിറിയയും ജോർഡാനും ഉൾപ്പെടെയുള്ള ഈജിപ്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തൗഹീദിന്റെ പ്രബോധകനായി, അള്ളാഹുവിന്റെ ഖലീലായി, പ്രവാചകനായി ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം നൽകപ്പെട്ട സാത്വികനായ യുവാവായിരുന്നു, സാലിഹായ മാതാപിതാക്കളുടെ മകനായിരുന്നു ഈ യുവാവ്. മാതാപിതാക്കളുടെ അകമഴിഞ്ഞ മകനോടുള്ള പൂർണ്ണ തൃപ്തിയിൽ ലയിച്ച ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നാണ്. പിൽക്കാലത്ത് പല പ്രവാചകന്മാരും കഴിഞ്ഞുപോയി. ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലെല്ലാം സമുദ്രത്തിന്റെ ഉള്ളിലായി മനോഹരമായ കുബ്ബയിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലായി കഴിഞ്ഞുകൂടാനുള്ള സൗകര്യം നൽകിയെന്നതാണ്. അല്ലാഹു വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? ഭൂമിയെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്. ഭൂമിയിലുള്ളതിനേക്കാൾ ജീവജാലങ്ങൾ ഇന്ന് സമുദ്രത്തിന്റെ അടിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ സയൻസ്.
ഭൂമിയിലുള്ള ജീവജാലങ്ങളെക്കാൾ കൂടുതൽ സമുദ്രത്തിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ സയൻസ്. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെയുള്ള സ്വാലിഹായ ഒരു മനുഷ്യനെ അവിടെ തന്നെ ജീവിപ്പിക്കണമെന്നത് വലിയ അത്ഭുതകരമൊന്നുമല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ യുവാവിനോട് ചോദിച്ചു, ഞാൻ സുലൈമാനാണ്, എൻ്റെ പരിവാരങ്ങളാണ് എന്നോടൊപ്പമുള്ളത്, എല്ലാ സുഖസൗകര്യങ്ങളോടൊപ്പം എന്നോടൊപ്പം കൊട്ടാരത്തിൽ താമസിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതല്ല, അള്ളാഹു നിനക്ക് സൗകര്യം ചെയ്തു തന്ന ഈ സമുദ്രത്തിന്റെ ഉള്ളിൽ ഈ ഒറ്റമുത്തിനാൽ നിർമ്മിക്കപ്പെട്ട ഈ കുബ്ബയിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് നീ ഇഷ്ടപ്പെടുന്നത് എന്ന് സുലൈമാൻ നബി ചോദിക്കുമ്പോ വിനയാന്യതനായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മറ്റാരുടെയും ശല്യമില്ലാത്ത, പിശാചിന്റെ പോലും വസ്വാസുകളും പിശാചിന്റെ ദുർബോധനങ്ങളും ഏൽക്കാൻ സാധ്യതയില്ലാത്ത അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഈ സ്ഥാനത്ത് ഞാൻ കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസിഫ് ബിൻ ബർഹിയ എന്ന വലിയനോട് പറഞ്ഞു, എവിടെ നിന്നാണോ ഇത് പൊക്കിക്കൊണ്ടുവന്നത് അവിടേക്ക് കൊണ്ട് ഫിറ്റ് ചെയ്യുക. അങ്ങനെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജത്തിലായ, കണ്ണിന് അന്ധത ബാധിച്ചു പോയ, കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു പോയ വികലാംഗനായ പിതാവിനെയും അന്ധയായ മാതാവിനെയും തന്റെ സുഖസൗകര്യങ്ങൾ ഒഴിവാക്കി പരിചരിച്ചതിന്റെയും ശുശ്രൂഷിച്ചതിന്റെയും പേരിൽ അവരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകി എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ധാരാളം പേർക്ക് വാർദ്ധക്യ സഹജമെത്തിയ മാതാപിതാക്കളുണ്ട്. അവരെ വേണ്ടുന്ന രീതിയിൽ പരിചരിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ, മറ്റു പല കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാതാപിതാക്കളെ പരിചരിക്കുകയാണ്. അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതകൾ നിറവേറ്റിയാൽ പിന്നെ അടുത്തതായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒട്ടേറെ ഹദീസുകൾ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഒരു ഹദീസ് ബറക്കത്തിന് വേണ്ടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. എന്നും ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സബിതത്തിലേക്ക് ഒരു സഹാബി വര്യൻ കടന്നു വരികയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ദൈവദൂതരെ, ഇന്ന ലീ വാലിദത്തൻ, എനിക്കൊരു മാതാവുണ്ട്, ഉൻഫിഖു അലൈഹാ, ഞാൻ അവർക്ക് വേണ്ടി സാമ്പത്തികമായി ചിലവഴിക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, പാർപ്പിട സൗകര്യം നൽകുന്നുണ്ട്, മറ്റ് എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും നൽകി അവരെ ഞാൻ പരിചരിക്കുന്നുണ്ട്. എന്നാൽ വഹിയത്തുദീനി ബിലിസാനിഹാ, ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം എപ്പോഴും നാവ് കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ചില ഉമ്മമാരൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് മരുമകൾ വീട്ടിൽ വന്ന് മരുമകളോട് മകന് സ്നേഹം കൂടുതൽ ഉണ്ടാകുമ്പോൾ പിന്നെ ഉമ്മാക്ക് സഹിക്കൂല. അതങ്ങനെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മകൻ മരുമകളോട് കാണിക്കുന്ന സ്നേഹത്തിനെ എതിർക്കാനും തടുക്കാനും പോകരുത്. അത് മറ്റൊരു വിഷയം. അത് ഉമ്മമാരുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു കേൾപ്പിക്കേണ്ടതുള്ളൂ. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ പറയാം. ഉമ്മമാരുടെ ഭാഗത്തു നിന്നും സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആൺമക്കൾ വിവാഹം കഴിച്ച് അവരുടെ ഭാര്യമാര് ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ പലപ്പോഴും ഹസദും അസൂയയും തൻപോരിമയും അതുപോലെ തന്നെ അമ്മായി പോരും ഒക്കെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാടുകളിലും വീടുകളിലുമൊക്കെ കൊണ്ടിരിക്കട്ടെ. അതൊക്കെ സൂക്ഷിക്കുക. ഇവിടെയും ഈ ഉമ്മ ഈ മകനെ നാവ് കൊണ്ട് വല്ലാതെ കുറ്റപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, കൈഫ അസ്നഉ, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഉമ്മയോട് പെരുമാറേണ്ടത്? ഞാൻ എന്ത് ചെയ്തിട്ടും ഉമ്മയുടെ ഭാഗത്തു നിന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നത് ഇതാ, ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. ഈ പരാതിയും ആവലാതിയുമായിട്ട് വന്ന സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അദ്ദിഹക്കഹാ, സഹോദരാ, നീ ചെയ്യാനുള്ളത് നീ ചെയ്യുക. നിന്റെ ബാധ്യതയാണല്ലോ അവർക്ക് ചിലവിന് കൊടുക്കുക എന്നുള്ളത്, സംരക്ഷിക്കുക എന്നുള്ളത്. അവരൊരു പക്ഷേ നാവ് കൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിച്ചേക്കാം, നിന്നെ അലട്ടിയേക്കാം, നിനക്ക് അനോചകമായ അലോസരമായ വർത്തമാനങ്ങൾ പറഞ്ഞേക്കാം.
അപ്പൊ വല്ലാഹി എനിക്ക് നിന്നോട് പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തി പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയുമോ? ലോ ഖതഅത ലഹ്മക, നിന്റെ ശരീരത്തിൽ നിന്നും അവർക്ക് വിശന്നപ്പോൾ ആഹാരം കിട്ടാത്ത കാരണത്താൽ നിനക്കൊരു കഷ്ണം മാംസം മുറിച്ചു കൊടുക്കേണ്ടുന്ന അവസ്ഥയെത്തി. നിന്റെ മാതാവിന്റെ വിഷപ്പടക്കുന്നതിന് വേണ്ടി, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നിന്റെ ശരീരത്തിൽ നിന്നും പച്ചമാംസം കത്തിയെടുത്തുകൊണ്ട് നീ സ്വന്തമായിട്ട് മുറിച്ച് നീ നിന്റെ മാതാവിന് കൊടുക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ നീ ചെയ്താൽ പോലും മാ അദ്ദൈത റുബുഅ ഹഖ്തിഹാ, മോനെ നിന്റെ മാതാവിനോടുള്ള കടമകളിൽ ബാധ്യതകളിൽ നിന്നും 1/4 പോലും നീ നിറവേറ്റുന്നില്ല കേട്ടോ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആണയിട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ സഹാബി കിട്ടുകിടാ വിറച്ചു. പരാതി എന്തുവാരെന്ന് നാവ് കൊണ്ട് കുറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഉമ്മ പറയുന്നു, അതിന്റെ പേരിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇപ്പം പറഞ്ഞു കൊടുത്തതോ ഉമ്മാക്ക് ആഹാരം കിട്ടാത്തൊരവസ്ഥ, ഒരവസ്ഥ സംജാതമായി. നീ നിന്റെ ശരീരത്തിൽ നിന്നും മാംസം മറുത്ത് അവരുടെ വിഷപ്പടക്കുകയും ജീവൻ നിലനിർത്തേണ്ടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നീ ചെയ്തു. അങ്ങനെ നീ ചെയ്താൽ പോലും മാ അദ്ദൈത റുബുഅ ഹഖ്തിഹാ, അവരോട് നിനക്കുള്ള ബാധ്യതകളിൽ നിന്നും 1/4 പോലും നീ നിറവേറ്റിയവനായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നിട്ട് പറഞ്ഞു, അമാ അലിംത അന്നൽ ജന്നത തഹത അഖദാമിൽ ഉമ്മഹാത്ത്. നമുക്കേറെ പരിചയമുള്ള ഹദീസ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്തെന്നാ പറഞ്ഞത്? അമാ അലിംത, മോനെ നീ മനസ്സിലാക്കുന്നില്ല, മോനെ നീ തിരിച്ചറിയുന്നില്ല, അന്നൽ ജന്നത, തീർച്ചയായും അല്ലാഹു സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്നത് തഹത അഖദാമിൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളുടെ പാദസേവയ്ക്കാണ്. മാതാപിതാക്കളുടെ കാൽക്കീഴിലാണെന്ന് പറഞ്ഞാൽ അവർക്കുള്ള പാദസേവയ്ക്കാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് പറയുന്നത്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സഹാബി വര്യൻ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഇവിടെ ഒരു ഹാർട്ട് രോഗിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വൈഫുമായിട്ട് വന്നിരുന്നു. ഒരു പ്രവാസിയായിരുന്നു, കുറേ നാൾ ഗൾഫിലൊക്കെ കഴിഞ്ഞുകൂടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് സംബന്ധമായ വലിയ ഗൗരവമുള്ള രോഗം കാരണമായിട്ട് അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. പോയപ്പോൾ ഉള്ള 5 സെൻറ്റ് വസ്തുവും വീടും ലോൺ വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. പോയിട്ട് അവിടെ ചെന്നിട്ട് ഈ അസുഖം കാരണമായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ ലോൺ എടുത്ത ഒന്നും തിരിച്ചടയ്ക്കാനും കഴിഞ്ഞില്ല. വർഷങ്ങൾ പലതും നീണ്ടുപോയി. ആ ലോണ് ജപ്തിയായി മാറി. 5 ലക്ഷം രൂപയ്ക്ക് എടുത്ത ലോൺ ഇപ്പം 13 ലക്ഷം രൂപ വർദ്ധിച്ചങ്ങനെ കിടക്കുന്നു. അതോടൊപ്പം ഇദ്ദേഹത്തിന് ഗുരുതരമായ ഹാർട്ട് രോഗം, സർജറി എത്രയും പെട്ടെന്ന് നടത്തണം. 35 ലക്ഷം രൂപ ആ സർജറിക്ക് ആവശ്യവുമാണ്. ബദറുദ്ദീൻ എന്ന് പറയുന്ന നൂറനാട് അടുത്തുള്ള പള്ളിക്കലുള്ള സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടത്തിൽ നടക്കാനും മറ്റൊന്നും സംസാരിക്കാൻ പോലും അത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത്രയും പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി ലെറ്റർ തയ്യാറാക്കി ഈ അടൂര് പല പ്രദേശങ്ങളിലുമുള്ള മഹല്ലുകളിൽ അദ്ദേഹവും ഭാര്യയുമായിട്ട് ഓട്ടോയിൽ പോയി എല്ലായിടത്തും കൊടുത്തൊരു സഹായം സ്വരൂപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടെ വന്നിരുന്നു. പരിപാലന സമിതിയെ കണ്ടു. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ അവർ കമ്മിറ്റി കൂടിയപ്പോൾ ഈ കാര്യം കൂടി ചർച്ച ചെയ്തു. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരു കളക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി തന്നെ ആ കളക്ഷൻ എടുക്കുകയാണ്. ഞാൻ സമയക്കുറവുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നല്ലൊരു തുകയുടെ ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഏറ്റവും കൂടുതൽ 25,000 രൂപയും നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് കഴിയുന്നവരെല്ലാം നിങ്ങളെ കൊണ്ട് ഒക്കുന്നത് അതിൽ ഇടീൻ. എന്നിട്ട് പിന്നീട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങളുടെ സദക്കകളോ അല്ലെങ്കിൽ സക്കാത്തുകളോ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്ന സമ്പത്തിൽ നിന്നും ഒരു വിഹിതം ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക. ഒന്നുകിൽ ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ. എന്തായാലും നമുക്ക് ഏറ്റവും കുറഞ്ഞ 25,000 രൂപ ഒന്നുമല്ല, 35 ലക്ഷം രൂപ വേണം. അദ്ദേഹത്തിന് ഒരു ജീവൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്. നമ്മളെല്ലാം അപ്പം ഇങ്ങനെ ആരോഗ്യം കൊണ്ട് അള്ളാഹു നൽകിയ എല്ലാവിധമായ നിയമത്തുകളും ആസ്വദിച്ച് നടക്കും. അവസാന രോഗമായിട്ട് ജീവന് വേണ്ടി യാചിക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ അവസ്ഥ, വേദന, അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതേ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാക്കുമാറാവട്ടെ. നിങ്ങൾ ചെയ്യുന്ന സദക്കകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല
അർഹമായ സ്വീകാര്യതയും പ്രതിഫലവും നൽകി നമുക്കെന്തെങ്കിലുമൊക്കെ സാബിഖായ ഖദർ ഖലായിൽ പ്രതികൂലമായ തീരുമാനങ്ങൾ അല്ലാഹു എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സദക്ക കാരണമായി ഒഴിവാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുമാറാകട്ടെ. വാഹിറു ദഅവാത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നേരത്തെ പറഞ്ഞ സംഭവം ഒറ്റ വാക്കിലങ്ങ് ചുരുക്കുന്നു. ആ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് മൗനം പാലിച്ചിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനിനി എൻ്റെ ഉമ്മയോട് അരുതാത്തതൊന്നും പറയൂല. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ പോയി ഉമ്മായുടെ പാദങ്ങൾ ചുംബിച്ചു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ആഴ്ച കൊണ്ട് പ്രായം ചെന്ന മാതാപിതാക്കളോട് പ്രത്യേകിച്ച് നമ്മൾ മക്കൾ കാണിക്കേണ്ടുന്ന പരിചരണത്തിൻ്റെയും ബാധ്യതകളുടെയും കടപ്പാടുകളുടെയും കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. അവർക്ക് അനിഷ്ടകരമായ അവരുടെ ഭാഗത്തു നിന്നും എപ്പോഴെങ്കിലും നമുക്ക് പ്രതികൂലമായി പ്രാർത്ഥിച്ചു പോകുന്ന അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കരുത്. കഴിവിൻ്റെ പരമാവധി അവരെ സംരക്ഷിച്ചും പരിരക്ഷിച്ചും പരിചരിച്ചും സ്വർഗത്തിൽ പോകാൻ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ അടുത്തിടയ്ക്കൊക്കെ മരണപ്പെട്ടുപോയ ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്. അവരൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ആ മക്കൾക്ക് ആ വേദന അറിയുന്നത്. അതിനു മുമ്പ് പലപ്പോഴും അറിയത്തില്ല. കാരണം എവിടെ പോയിട്ട് വന്നാലും മോനെ എന്ന് വിളിക്കാനൊരു ഉമ്മ ഉണ്ടെങ്കിൽ, മോനെ എന്ന് വിളിക്കാനൊരു വാപ്പ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ പറയാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ നമ്മുടെ ഉമ്മമാർ അവരെ കൊണ്ടൊന്നും കഴിയില്ല എന്നത് പറയാനുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സമാധാനം വേറെ ഒരു സ്ഥലത്തും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.